മലപ്പുറം പെരുവള്ളൂരിൽ തെരുവു നായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ. കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 1 മാസം മുൻപാണ് കുട്ടിക്ക് കടിയേറ്റത്. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയെ തെരുവുനായ ആക്രമിച്ചത് മാർച്ച് 29 വൈകിട്ട് 4 മണിയോടെ. കുട്ടി വീടിനടുത്തുള്ള കടയിൽ പോയി മടങ്ങി വരുന്നതിനിടയിലായിരുന്നു നായയുടെ ആക്രമണം. തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. അന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ആദ്യ പ്രതിരോധ വാക്സിൻ എടുത്തു. വീട്ടിലെത്തിയതിനു പിന്നാലെ മുറിവുകൾ പെട്ടെന്ന് ഭേദമായെന്നും പിന്നീട് പനി തുടങ്ങുകയായിരുന്നുവെന്നും കുഞ്ഞിന്റെ അച്ഛൻ 24-നോട്. ആ നായി നേർക്ക് തിരിഞ്ഞതിൽ എൻ്റെ കാരണവല്ല മോള് ഓടി. കുട്ടിനെ നായി കയറി കാണാൻ നല്ല കടിച്ച് ഇതാക്കി റോട്ടുമെട്ട് കാണാൻ നല്ല കടിച്ച് കണ്ണിന്റെ വെടുക്കും മാന്തിയതിൽ നമ്മൾ കണ്ണിന്റെ ഇവിടെ മാന്തി എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. 3 ഡോസ് IDRV വാക്സിൻ കുട്ടിക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത പനി അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. പിന്നാലെ പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ഞങ്ങൾക്കുള്ള ആശങ്കയിൽ ഇത്തരത്തിലുള്ള പേവിഷബാധക്കെതിരെയുള്ള വാക്സിനുകളൊക്കെ എടുത്തിട്ട് പോലും ഈ കുട്ടിക്ക് ഇതിൻ്റെ റിസൾട്ട് പോസിറ്റീവിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ ആശങ്കയിലാണ്. കാരണം ഈ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പം മാത്രമല്ല, ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് ഈ തെരുവ് നായകൾക്കെതിരെയുള്ള ഒരു കാര്യം നടന്നിട്ടില്ല. നായയുടെ കടിയേറ്റ മറ്റുള്ളവരുടെ രക്തസാമ്പിൾ കൂടി പരിശോധിക്കണമെന്ന ആവശ്യമുണ്ട്. കൂടാതെ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് പേവിഷബാധ വന്നു എന്നതിൽ ഔദ്യോഗിക വിശദീകരണവും വന്നിട്ടില്ല. 24 മലപ്പുറം.